അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം നമ്മളിന്ന് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ESR സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അതിനെ നമ്മൾ EPR എന്നും കൂടി വിളിക്കാറുണ്ട്. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എനർജി ലെവൽസ് ഉണ്ടാവും, റേഡിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ടാവും, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള സിസ്റ്റം, യൂഷ്വലി ലോ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ നമ്മുടെ സിസ്റ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ റേഡിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എനർജി ഗ്യാപ്പ് മാച്ച് ചെയ്യുന്ന റേഡിയേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള സിസ്റ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അപ്പൊ ESR സ്പെക്ട്രോസ്കോപ്പിയിലും ഇതുപോലെ നമുക്കൊരു ഗ്രൗണ്ട് സ്റ്റേറ്റും വേണം, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും വേണം. ഓക്കെ, ESR സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോൺ സ്പിൻ സ്റ്റേറ്റുകളാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ESR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും അതിന് ലിമിറ്റഡ് അപ്ലിക്കേഷൻസ് ആണ് ഉള്ളത് എന്ന് പറയും. കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഫ്രീ റാഡിക്കൽസ്, അയോൺസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. കാരണം ട്രാൻസിഷൻ മെറ്റൽസിന്റെ അയോൺസിൽ അവിടെ അൺപെയർഡ് D and F ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള സിസ്റ്റംസും ESR ആക്റ്റീവ് ആയിരിക്കും. സോ നമ്മൾ ജനറലി പറയും ഇലക്ട്രോണിനും പ്രോട്ടോണിനും സ്പിൻ ഉണ്ട് അല്ലെ. സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ് എന്ന് നമ്മൾ പറയും. അപ്പൊ നോർമൽ കണ്ടീഷനിൽ ഇലക്ട്രോൺ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ ഈ സ്പിൻ വാല്യൂ +½ പോസിബിൾ ആണ്, -½ പോസിബിൾ ആണ്. അപ്പൊ നോർമൽ കണ്ടീഷനിൽ +½ -½ സെയിം എനർജിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലാണ് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റും ഒരു സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്പിന്നുകൾക്ക്, അതായത് +½ ഒരു എനർജിയും -½ മറ്റൊരു എനർജിയും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നോർമൽ കണ്ടീഷനിൽ ഇലക്ട്രോൺ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ +½ -½ സെയിം എനർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡീജനറസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ +½ -½ സെയിം എനർജി അല്ല. അങ്ങനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോണിന്റെ എനർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് E = -μVz എന്നാണ്. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ സ്പിൻ. ഓക്കെ, ദെൻ Bz എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദെൻ മ്യൂവിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് -GE μBs ആണ്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. സോ GE μB, പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്, BZ ദെൻ MS. ഓക്കെ, മ്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -GE μB MS. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, EMS എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് നമുക്കറിയാം MS എന്ന് പറയുന്നത് +½ or -½ ആണ്. സോ E +½ എന്ന് പറയുന്നത് എന്ത് വരും, MS-ന് നമ്മൾ +½ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ GE μB BZ എന്ന് വരും. ഓക്കെ, സിമിലർലി ഈ -½ എന്ന് പറഞ്ഞാൽ എന്ത് വരും, -GE μB BZ. ഓക്കെ, ഇവിടെ MS-ന് നമ്മൾ +½ -½ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിങ്ങനെ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഈ ഒരു എക്സ്പ്രഷനിൽ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ അതില്ല. സോ ഇതാണ് ലോവർ എനർജി ലെവൽ. ഓക്കെ, ലോവർ എനർജി ലെവൽ ഇതാണ് ഹയർ എനർജി ലെവൽ. യൂഷ്വലി ഡീജനറേറ്റ് ആയിട്ട് നിന്നിരുന്ന +½ and -½ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ ഇലക്ട്രോൺ +½ ആയിക്കോട്ടെ -½ ആയിക്കോട്ടെ സെയിം എനർജി ആയിരിക്കും. ദെൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ലോവർ എനർജി ലെവലും ഒരു ഹയർ എനർജി ലെവലും കിട്ടുന്നു. ഏതാണ് ലോവർ എനർജി ലെവൽ, -½ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാ. സോ -½ ദറ്റ് ഇസ് ബീറ്റ സ്പിൻ ആണ് ഇവിടെ എന്ത് പറയുന്നത്, ലോവർ എനർജി ലെവല്. ദെൻ +½ എന്ന് പറയുന്നതാണ് ഇവിടെ ഹൈ എനർജി ലെവൽ എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് രണ്ട് എനർജി ലെവൽ കിട്ടി, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും. ഇനി നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണ്.
ഓക്കെ, മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസിഷൻ, ദാറ്റ് ഇസ് ഒരു സിഗ്നൽ നമുക്ക് സ്പെക്ട്രയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എനർജിയുടെ എക്സ്പ്രഷൻ. സോ ഡെൽറ്റ ഇ, അതായത് ഈ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് പ്ലസ് ഹാഫിന്റെ എനർജി മൈനസ് ഹാഫിന്റെ എനർജി ആണ്. സോ പ്ലസ് ഹാഫിന്റെ എനർജി GE mu b bz എന്ന് വരും. GE mu b bz മൈനസ് രണ്ട് മൈനസ് കൂടെ പ്ലസ് ആവും അല്ലെ? ഓക്കെ, ഇവിടെ ഇവിടെ MS നമ്മൾ പ്ലസ് ഹാഫിന് ഇവിടെ ഹാഫ് എന്ന് കൊടുക്കണം. ഓക്കെ, പ്ലസ് ഹാഫ്. ഓക്കെ, ദെൻ മൈനസ് ഹാഫ് ആകുമ്പോൾ മൈനസ് ഹാഫ് എന്ന് കൊടുക്കണം. ജസ്റ്റ് പ്ലസ് മൈനസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഹാഫ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ഹാഫ് GE mu b bz പ്ലസ് ഹാഫ് GE mu b bz. ഓക്കെ, ഹാഫ് പ്ലസ് ഹാഫ് 1 എന്ന് വരും അല്ലെ? അപ്പൊ GE mu b bz എന്ന് വരും. സോ ഇതാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഈ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് GE mu b bz ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? hν ആണ്. hν is equal to GE mu b bz ആണ്. Therefore nu is equal to GE mu b bz by h എന്ന് വരും. GE എന്ന് പറയുന്നത് ലാൻഡേഴ്സ് G ഫാക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ലാൻഡേഴ്സ് G ഫാക്ടർ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണുന്നതായിരിക്കും. ആൻഡ് ഇലക്ട്രോണിന്റെ G വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.0023 ആണ്. ഓക്കെ, ദെൻ mu b, ഓക്കെ, mu b എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ബോർ മാഗ്നറ്റോൺ ആണ്. ഓക്കെ, അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EH/4πme ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം, എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, ദെൻ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, ദെൻ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. അപ്പൊ ഇത്രയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും. ഓക്കെ, ഏത് ഫ്രീക്വൻസി റേഞ്ചിലുള്ള റേഡിയേഷൻ കൊടുത്താലാണ് ഇവിടെ ട്രാൻസിഷൻ ഇഫക്റ്റീവ് ആവുക എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മൈക്രോവേവ് റീജിയനിലാണ് ESR ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ദെൻ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷൻ കാണാൻ പറ്റുന്നു. ഓക്കെ, അബ്സോർപ്ഷൻ, നമുക്ക് ഇങ്ങനെ ഒരു പീക്ക് കിട്ടുന്നു. അപ്പൊ യൂഷ്വലി ESR സ്പെക്ട്രം എന്ന് പറയുന്നത് ബ്രോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് മോഡാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് സ്പെക്ട്രം എടുത്താൽ എങ്ങനെ വരും? നമുക്കറിയാം മാക്സിമത്തില് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഒരു മാക്സിമം പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻക്രീസിങ് ആണ്. അപ്പൊ ഇതെന്താണ്? മേലെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഗ്രാഫിന്റെ മേലെ ആയിട്ടായിരിക്കും ഇത് വരിക. ദെൻ മാക്സിമം പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആവും. ദെൻ ഇവിടെ ഡിക്രീസിങ് ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് പീക്ക് കിട്ടുക. സോ യൂഷ്വലി നമ്മൾ ESRന്റെ സ്പെക്ട്ര നമുക്ക് കിട്ടുമ്പോൾ ഡെറിവേറ്റീവ് സ്പെക്ട്രം ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എത്ര പീക്ക് പോസിബിൾ ആണ്. ഓക്കെ, നമ്മളെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിന് എത്ര പീക്സ് ESRൽ കിട്ടും? അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ESRന്റെ ഒരു സ്പെക്ട്രം ഉണ്ട്, അതിന്റെ പീക്ക് വെച്ചിട്ട് നമുക്ക് അത് ഏതാണ് സിസ്റ്റം എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ് MS വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? 1 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പൊ -s to +s വരെ വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, മൈനസ് ഹാഫും പ്ലസ് ഹാഫും ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെ വരച്ചു കഴിഞ്ഞാൽ മൈനസ് ഹാഫിന് ലോവർ എനർജി, ദെൻ പ്ലസ് ഹാഫ് എന്ന് വരും. ഓക്കെ, ആൻഡ് നമ്മുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ MS is equal to +or-1, ഡെൽറ്റ MI is equal to 0. ഓക്കെ, അതായത് നമ്മൾ ഈ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ സ്പിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കാരണം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹെവിയർ ആണ്. അപ്പൊ അതിന്റെ സ്പിൻ ഇൻവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്
നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇന്റർവെല്ലിൽ പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ എം ഐ 0 ആയിട്ടാണ് എടുക്കുന്നത് ആൻഡ് ഡെൽറ്റ എം എസ് പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരൊറ്റ ട്രാൻസിഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ഒറ്റ പീക്കേ കിട്ടുള്ളൂ. സോ 1 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് ഒറ്റ പീക്കേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ? 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് ഹാഫ് 1 ആണ് അല്ലെ. അപ്പൊ 1 എന്ന് പറയുന്നത് -1 ടു +1 വരെ നമുക്ക് വാല്യൂസ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യും? -1 0 +1 വരെ പോസിബിൾ ആണ്. ആൻഡ് എം എസ് വാല്യൂ എന്ന് പറയുന്നത് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എം എസ് പ്ലസ് ഓർ മൈനസ് 1 ആണ്. സോ -1 ടു 0 പോസിബിൾ ആണ്, 0 ടു 1 പോസിബിൾ ആണ്. ഇത് മാത്രമേ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് 2 പീക്ക് ആണ് കിട്ടുക. ദെൻ 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ? നമ്മുടെ സിസ്റ്റത്തിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എസ് എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, ദാറ്റ് ഈസ് 3/2 ആണ്. ഓക്കെ, സോ നമുക്കറിയാം +3/2 -3/2 ടു +3/2 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. അപ്പൊ നമ്മളത് എങ്ങനെയാ പ്ലോട്ട് ചെയ്യുക? -3/2 -1/2 +1/2 +3/2. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് അവിടെ നമ്മൾ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -3/2 ടു -1/2 പോസിബിൾ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഡെൽറ്റ എം എസ് പ്ലസ് ഓർ -1 തന്നെയല്ലേ വരുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ -1/2 ടു 1/2 പോസിബിൾ ആണ്, 1/2 ടു 3/2 പോസിബിൾ ആണ്. വേറെയുള്ള ട്രാൻസിഷൻസ് ഒന്നും പോസിബിൾ ആവില്ല. അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് 3 പീക്ക് കിട്ടും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും പീക്കാണ് നമുക്ക് യൂഷ്വലി സ്പെക്ട്രയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു നോർമൽ കേസ് ആണ്. നമ്മൾ നൈബറിംഗ് ന്യൂക്ലിയസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. യൂഷ്വലി NMR ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നൈബറിംഗ് ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ ഒരു CH3 റാഡിക്കൽ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഒറ്റ അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്പെക്ട്രയിൽ നമുക്ക് ഒറ്റ പീക്ക് ഒബ്സർവ് ചെയ്യുള്ളൂ, 1 പീക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു അൺപെയർഡ് ഇലക്ട്രോണിന് നൈബറിംഗ് ന്യൂക്ലിയസിന്റെ സ്പിന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യും ആൻഡ് ദെൻ എനർജി ലെവൽസ് വീണ്ടും സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം C12 എന്ന് പറയുന്നത് സ്പിന്നില്ല, പക്ഷെ ഹൈഡ്രജന് സ്പിന്നുണ്ട്, ഹാഫ് ഉണ്ട് അല്ലെ. അപ്പോൾ ഈ നമുക്ക് കിട്ടി ഈ ഒരു പീക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ് 2ni+1. ഓക്കെ, നമ്മുടെ ഈ ഒരു പീക്ക് എത്രണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ 2ni+1 പീക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് ഏത് ന്യൂക്ലിയസ് ആണ് ഇവിടെ സ്പ്ലിറ്റിങ്ങിന് കാരണമായിട്ടുള്ളത്? ഹൈഡ്രജൻ ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇപ്പൊ 2 × 3 × ഹൈഡ്രജന്റെ സ്പിൻ എത്രയാണ്? 1/2 ആണ്, +1 എന്ന് വരും. 3 + 1 = 4 എന്ന് വരും. സോ ഈ CH3 റാഡിക്കലിന്റെ ഹൈപ്പർ ഫൈൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4 പീക്സ് ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി സിമിലർലി CH2 റാഡിക്കൽ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലോ എത്ര വരും? 2ni+1. അല്ലെങ്കിൽ നമുക്ക് സ്പിന്ന് ഹാഫ് ആയതുകൊണ്ട് തന്നെ 2ni+1 നമ്മൾ n+1 എന്നും പറയാറുണ്ട്. ഓക്കെ, n+1. അപ്പൊ എത്ര പ്രോട്ടോണാ? 2 പ്രോട്ടോൺസ് ആണ്. സോ n+1 3 പീക്സ് ആയിട്ടായിരിക്കും അത് നമുക്ക് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിൽ കിട്ടുക, ഹൈപ്പർ ഫൈൻ സ്പെക്ട്രയിൽ കിട്ടുക. ദെൻ CH റാഡിക്കൽ ആണെങ്കിൽ n+1 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് വരും അല്ലെ. 1 + 1 2. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മളിപ്പോ ഇവിടെ ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ എന്തായിട്ടുള്ളൂ? സ്പിന്നുള്ളതുള്ളൂ, ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ 2 ന്യൂക്ലിയസും സ്പിന്നുള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഫോർ എക്സാമ്പിൾ NH റാഡിക്കൽ കൺസിഡർ ചെയ്യാണ്. NH റാഡിക്കൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് ആൻഡ് അവിടെ നൈബറിംഗ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ്. രണ്ടിനും സ്പിൻ ഉണ്ട്. അപ്പൊ നമ്മൾ 2ni+1 × 2ni+1. ഓക്കെ, നൈട്രജന് ഒരു 2ni+1ഉം ഹൈഡ്രജന് വേറൊരു 2ni+1ഉം കൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ, ആൻഡ് നൈട്രജന്റെ സ്പിൻ എത്രയാണ്? 1 ആണ്. സോ 2 × നൈട്രജൻ 1 ആണുള്ളത്, സ്പിന്ന് 1 ആണ്, +1. 2 + 1 3 എന്ന് വരും അല്ലെ. ദെൻ ഇവിടെ 2ni+1 ദാറ്റ് ഈസ് n+1, 1 + 1 2 എന്ന് വരും അല്ലെ. അപ്പൊ 3 × 2 = 6. ഓക്കെ, ദാറ്റ് ഈസ് 3 ഡബ്ലറ്റ്സ് ആയിട്ടായിരിക്കും ഇത് സ്പ്ലിറ്റ് ചെയ്യുക. 3 ഡബ്ലറ്റ്സ് ആയിട്ട് ആണ് നമ്മുടെ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഇത് NH2 റാഡിക്കൽ ആയിരുന്നെങ്കിലോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? N-ന് 2 കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കേസ് കൺസിഡർ ചെയ്യാണ് NHD റാഡിക്കൽ. ഓക്കെ,
അപ്പൊ ഇവിടെ നൈട്രജന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2ni+1 കൊടുക്കണം, ഹൈഡ്രജന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2ni+1 കൊടുക്കണം, ഡ്യൂട്ടീരിയം NMR ആക്റ്റീവ് ആണ്, I വാല്യൂ 1 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 2ni+1 കൂടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ട് ഹൈപ്പർഫൈൻ സ്പെക്ട്രയിൽ എത്ര പീക്ക് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. നാഫ്തലീൻ റാഡിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതിൽ എത്ര സിഗ്നൽസ് ഉണ്ടാവും? ഹൈപ്പർഫൈൻ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ എത്ര സിഗ്നൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഇവിടെ NMR എടുത്ത പോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താ ചെയ്യുക, നമ്മൾ 2ni+1 ഇൻറ്റു 2ni+1 ഇൻറ്റു എക്സെട്ര അങ്ങനെ നമ്മൾ ചെയ്യാം. എത്ര ഡിഫറെന്റ് ന്യൂക്ലിയസ് ഉണ്ടോ അത്രയും 2ni+1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഡിഫറെന്റ് ന്യൂക്ലിയസ് പോസിബിൾ ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ട്. ആ ഓരോ ഹൈഡ്രജനും എന്താണ്? ഓക്കെ, ഇവിടെ എല്ലായിടത്തും എന്താണ്? ഹൈഡ്രജൻസ് ഉണ്ട്. എല്ലാ ഹൈഡ്രജൻസും NMR ആക്റ്റീവ് സ്പിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിന്റെ സ്പിന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർഫൈൻ സ്ട്രക്ചർ തരും. അപ്പൊ ഇതിൽ ഏതൊക്കെ ഹൈഡ്രജൻസ് ആണ് ഐഡന്റിക്കൽ എന്നുള്ളതാണ്. അതെങ്ങനെയാ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മിറർ പ്ലെയിൻ പോസിബിൾ ആണോ നോക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു മിറർ പോസിബിൾ ആണല്ലേ. അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് പരസ്പരം ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് HA എന്ന് കൊടുക്കാം, ഒരു ഐഡന്റിക്കലാ. ഈ ഹൈഡ്രജനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് HB എന്ന് കൊടുക്കാം. ഈ ഹൈഡ്രജനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, സോ HC എന്ന് കൊടുക്കാം. ഈ ഹൈഡ്രജനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, HD എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവർ പരസ്പരം റിഫ്ലക്ട് ചെയ്യുമല്ലോ അല്ലെ. അതായത് HBയും HCയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ HCക്ക് പകരം നമ്മൾ HB തന്നെ കൊടുക്കുക, കാരണം അവർ ഐഡന്റിക്കൽ ആയിരിക്കും. ഇവിടെയും HBയും HCയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും എന്താണ്? HB ആണ്. സിമിലർലി HAയും HDയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ HA എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് HA എന്ന് കൊടുക്കാം. സോ AB എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് പ്രോട്ടോൺസ് ആണ് ഉള്ളത്. സോ നമുക്ക് രണ്ട് സെറ്റ് 2ni+ വേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു നമുക്ക് A കൊടുക്കാം. എത്ര A പ്രോട്ടോൺസ് ഉണ്ട്? 1 2 3 4 4 അല്ലെ. 2 ഇൻറ്റു 4 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, +1. ഓക്കെ, സിമിലർലി 2 ഇൻറ്റു 4 ഇൻറ്റു ഹാഫ് +1, 5 ഇൻറ്റു 5 25 എന്ന് വരും നമുക്ക്. ഓക്കെ, സിമിലർലി നമ്മൾ ആന്ത്രസീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ആന്ത്രസീൻ റാഡിക്കൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആന്ത്രസീൻ റാഡിക്കൽ എടുത്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കണം എത്ര ഐഡന്റിക്കൽ പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ അപ്പർ പ്ലെയിനും ലോവർ പ്ലെയിനും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്ക് ഈ സെന്ററിലൂടെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിറർ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി നോക്കുക എവിടൊക്കെയാണ് പ്രോട്ടോൺസ് ഉള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് HA എന്ന് കൺസിഡർ ചെയ്യാം. ഈ HAയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് എവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതും എന്തായിരിക്കും? HA തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ HB എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഇതും റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനും നമ്മൾ HB എന്ന് കൊടുത്തു. ഇതും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതും HB ആണ്. സോ ഇതും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, സോ ഇതും HB ആണ്. ദെൻ ഇവിടെ നമ്മൾ ഈ പ്ലെയിൻ കൺസിഡർ ചെയ്ത സ്ഥലത്ത് ഇവിടെ ഒരു HC എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ ഉണ്ട്. ആൻഡ് അതും ഈ താഴത്തതും റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതും HC. സോ ഇവിടെ നമുക്ക് 3 സെറ്റ് 2ni+1 വേണ്ടി വരും, കാരണം 3 സെറ്റ് പ്രോട്ടോൺസ് ഉണ്ട്. സോ 2ni+1 2ni+1 2ni+1. ഓക്കെ, വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. സോ ഫസ്റ്റ് A പ്രോട്ടോൺ എത്ര ഉണ്ട്? 1 2 3 4. സോ N-ന് 4 കൊടുക്കുക, I ഹാഫ് കൊടുക്കുക. ഓക്കെ, സോ 5 എന്ന് വരും. ആൻഡ് HB എന്ന് പറഞ്ഞാൽ 1 2 3 4, അതും എത്ര എണ്ണാണ്? 4 എണ്ണാണുള്ളത്, അവിടെയും 5 വരും. ദെൻ HC എന്ന് പറയുന്ന പ്രോട്ടോൺ 2 എണ്ണാണുള്ളത്, അത് 3 വരും. സോ 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 3 75 സിഗ്നൽസ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര ഡിഫറെന്റ് ടൈപ്പ് ന്യൂക്ലിയസുകൾ ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. അതാദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത്രയും 2ni+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഓരോ ന്യൂക്ലിയസിന്റെയും ഐയും അത് എത്ര ഉണ്ട് എന്നുള്ളതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ഫൈൻ സ്പെക്ട്രയിൽ എത്ര സിഗ്നൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഇനി ഇത്രയൊക്കെ ഈ സിഗ്നൽസിന്റെ ഇന്റൻസിറ്റി റേഷ്യോ എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമുക്കറിയാം I ഈക്വൽ ടു ഹാഫ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കറിയാം പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ എഴുതാം 1 1 1. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പോകും. 1 1 + 1 2, then 1 + 0 1, then 1 + 0 1, 1 + 2 3, 2 + 1 3, 1 + 0 1, then 1 + 0 1, 1 + 3 4, 3 + 3 6, 3 + 1 4, 1 + 0 1. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, I ഈക്വൽ ടു ഹാഫ് ഉള്ള സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യാറ്. ഇനി മറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയാ ഫോളോ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ കയ്യിൽ I ഈക്വൽ ടു 1 ഉള്ള സിസ്റ്റം ഉണ്ട്. ഓക്കെ, I ഈക്വൽ ടു 1 ഉള്ള സിസ്റ്റം ഉണ്ട്. സോ നമുക്കറിയാം I ഈക്വൽ ടു 1 ആണെങ്കിൽ n ഈക്വൽ ടു 1 ആണെങ്കിൽ 2ni + 1 എത്ര വരും? ഓക്കെ, I 1 ആണ്, n 1 ആണ്. സോ 2 + 1 3 വരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 1 ആഡ് ചെയ്യുന്നു, സോറി 3 1 എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ, നമ്മൾ 3 നമ്പേഴ്സുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 0 ഇട്ട് കൊടുത്തു. എന്നാൽ ഫസ്റ്റ് 3 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്ത് നോക്കും. ഫസ്റ്റ് 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് എത്ര വരും? 1 വരും. ദെൻ സെക്കൻഡ് 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 വരും. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 3 വരും. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ അഗെയിൻ 2 വരും, അഗെയിൻ 1 വരും. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, 2 0 ഇട്ട് കൊടുക്കുകയാണ്. സോ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 3. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 6. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 7. അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 6. ദെൻ അടുത്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 3 1. ഓക്കെ, സിമിലർലി 2 0 ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്ത് പോവുക. ഇനി നമ്മുടെ I എന്ന് പറയുന്നത് 3/2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? I ഈക്വൽ ടു 3/2, n ഈക്വൽ ടു 1 എന്ന് വിചാരിക്കുക. സോ 2ni + 1 എത്ര വരും? 2 × 1 × 3/2 + 1 എന്ന് വരും അല്ലേ. സോ 3 + 1 4 വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 4 1 ആഡ് ചെയ്യുക. നമുക്ക് 4 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ 3 0 ഇട്ട് കൊടുക്കണം അല്ലേ. അല്ല നമുക്ക് ഫസ്റ്റ് 4 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 3 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ആഡ് ചെയ്യാം. ഫസ്റ്റ് 4 നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1 വരും. ദെൻ അടുത്ത 4 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ദെൻ 3 വരും, 4 വരും, 3 2 1 വരും. ദെൻ അഗെയിൻ 3 0 ആഡ് ചെയ്യുക. ഫസ്റ്റ് 4 നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ CH3 റാഡിക്കലിൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു. 4 പീക്സ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ 4ന് നമ്മൾ ഇന്റൻസിറ്റി റേഷ്യോ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് ഇന്റൻസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും 4 അല്ലെ 1:3:3:1 ആയിരിക്കും അതിന്റെ ഇന്റൻസിറ്റി റേഷ്യോ. 1:3:3:1 ആയിരിക്കും. സിമിലർലി 3 വരുന്ന സമയത്ത് അത് 1:2:1 ആയിരിക്കും. 2 വരുന്ന സമയത്ത് 1:1 ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ പാസ്കൽസ് ട്രയാങ്കിൾസിന് ആ ഇന്റൻസിറ്റി റേഷ്യോ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ NH റാഡിക്കൽ കൺസിഡർ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 3 ഡബ്ലറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ നൈട്രജന്റെ സ്പിൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എത്രയായിട്ടായിരിക്കും കിട്ടുക? ഒരു നൈട്രജൻ ഉള്ളൂ. അപ്പൊ നമുക്ക് 2ni + 1 എത്ര വരും? 2 + 1 3 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് 3 ആണ് വരിക. അപ്പൊ 3 ആകുമ്പോൾ ഇന്റൻസിറ്റി റേഷ്യോ നമ്മൾ I ഈക്വൽ ടു 1ന് I ഈക്വൽ ടു 1 നമുക്ക് എത്ര കിട്ടി? 1:1:1 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊടുത്തു. 1:1:1 നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സിഗ്നൽ കിട്ടുന്നു. ദെൻ അടുത്തത് ഹൈഡ്രജൻ ആണ് അല്ലെ. സ്പിന്ന് ഹാഫ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഒരെണ്ണാണ് ഉള്ളത്. ആൻഡ് അതിന്റെ 2ni + 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. 2 എന്ന് പറഞ്ഞാൽ 1:1 ആണ് അല്ലെ. അപ്പൊ ഈ ഓരോ സിഗ്നലും നമുക്ക് എന്തായിട്ട് മാറും? 1:1 ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1:1 ആയിട്ട് ഓരോ സിഗ്നലും 1:1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഡബ്ലറ്റാ കിട്ടുക. ഓക്കെ, സെയിം ഇന്റൻസിറ്റിയിലുള്ള 3 ഡബ്ലറ്റുകളായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് സെയിം ഇന്റൻസിറ്റിയിലായിരിക്കും കേട്ടോ ഉണ്ടാകുക. സെയിം ഇന്റൻസിറ്റിയിലുള്ള 3 ഡബ്ലറ്റുകളാണ് നമുക്ക് കിട്ടുക.
ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു NH2 റാഡിക്കൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ NH2 ആണെങ്കിൽ നമുക്ക് 3 × 3, ഓക്കെ, 9 സിഗ്നൽ, അതായത് 3 ട്രിപ്ലെറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ കാരണം നമ്മുടെ സിഗ്നൽ എന്തായിട്ട് മാറും? 1:1:1. നമ്മൾ പറഞ്ഞു ഒറ്റ സിഗ്നലേ ഉണ്ടാവുള്ളൂ. 1 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ ഒറ്റ സിഗ്നലേ ഉണ്ടാവുള്ളൂ. അത് നൈട്രജൻ കാരണം എന്തായിട്ട് മാറി? 1:1:1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് ഹൈഡ്രജൻ കാരണം അത് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? സോ 3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ 3 ഇന്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. പാസ്കൽസ് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ടത്. സോ അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ സിഗ്നലും എന്തായിട്ട് മാറും? 1:2:1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഓരോ സിഗ്നലും 1:2:1 ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ട്രിപ്ലറ്റാ കിട്ടുക. എങ്ങനെ? 1:2:1 അങ്ങനത്തെ 3 കിട്ടും. 1:2 സോറി ഓക്കെ 1:2:1 ഓക്കെ, then 1:2:1 അങ്ങനെ 3 ഓക്കെ, അങ്ങനെ 3 ട്രിപ്ലറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അങ്ങനെയാണ് നമ്മൾ ഇന്റൻസിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ESR സ്പെക്ട്ര, അതിന്റെ ESR സ്പെക്ട്രോസ്കോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിൽ ഹൈപ്പർ ഫൈൻ സ്പെക്ട്രയിൽ എത്ര പീക്കുകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിത് കോർഡിനേഷൻ കോംപ്ലക്സുകളിൽ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് സീറോ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും ക്രാമേഴ്സ് തിയറും ഒക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.